ഒരു പ്രതിഷേധം ചെയ്തു. അവിടെയൊന്നും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ കാണില്ല. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ എപ്പോഴും കാണുക ചൂഷകരുടെ ഒപ്പമാണ്. പാൽപ്പൊടി കച്ചവടക്കാരുടെ കൂട്ടത്തില് ഇവരെ കാണും. അപ്പൊ ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ സ്വത്വങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ സ്വത്വത്തെ ഇവരൊക്കെ എതിർക്കുന്നു. അതായത് ഒന്നുകിൽ ആഗോളതലത്തിലെ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ആഗോളതലത്തിലെ ജൂഡായിസം, അല്ലെങ്കിൽ ആഗോളതലത്തില് ആഗോളതലത്തിലെ കമ്മ്യൂണിസം, അല്ലെങ്കിൽ സംഘപരിവാർ, ഈ ബ്രാഹ്മണിക്കൽ പച്ചക്കറി കൂടുതൽ, ഇങ്ങനെ ഒരൊറ്റ ലെവലിലാണ് ഇവരുടെ ചിന്തകൾ. അപ്പൊ ഇവരൊക്കെ ഒരൊറ്റ ഗ്യാങ്ങാണ് ഇന്ത്യയിലെ സംഘപരിവാർ. ഈ സംഘപരിവാർ അവിടെ ഓടിച്ചെന്നല്ലോ ഈ ആദിവാസികളെ ഒറ്റിക്കൊടുക്കാനും ഈ പാൽപ്പൊടി കച്ചവടക്കാർക്ക് സൗകര്യമായിട്ട്. അപ്പോ നമ്മൾ ഈ ഗോത്ര ജനതകള്, ഈ വ്യത്യസ്ത ഇതുള്ള ആൾക്കാര്, അവരുടെ ഐക്യമാണ് ഇവിടെ വേണ്ടത് ഇത്തരം സെമിറ്റിക് കടന്നുകയറ്റങ്ങൾക്കെതിരെ. പാൽപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ പാൽപ്പൊടി വിൽസം വന്നില്ലേ ഇന്ന്? ഇയാള് ഈ പാൽപ്പൊടി എന്ന് മാത്രമല്ല, പാൽപ്പൊടി കച്ചവടക്കാർ എന്ന് പറയുന്ന ബിസിനസ്മാൻമാരിനെ കുറിച്ചിട്ടാണ് വിൽസൺ മുരിങ്ങൂര് പാൽപ്പൊടി കച്ചവടം കഴിഞ്ഞിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വന്നത്. അതായത് ഈ ക്രിസ്ത്യാനിക്ക് മറ്റേ രവിചന്ദ്രൻ സ്റ്റൈല് നിരീശ്വരവാദി ആവാനും അതുപോലെ ഇസ്ലാമിന് എക്സ് മുസ്ലിം ആവാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക്. അതിന്റെ അടിസ്ഥാന കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഒരേ ധാരയാണ്, ഒരു അമ്മ പെറ്റ മക്കളാണ് ഇതൊക്കെ. അതാണ് ഇതിന്റെ കാര്യം. അല്ല, പൊളിറ്റിക്കൽ റൂമിട്ട് പാൽപ്പൊടി വിൽസം വരേണ്ടതായിരുന്നു. അവര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്ത് മറ്റൊരു റൂം ഇട്ടു. അത് ഇൻഡിപെൻഡന്റ് ന്യൂസ് കമനയിനെ റൂം. കേരളത്തില് ഇതൊക്കെ അല്ല, കേരളത്തില് കോഴിവെട്ട ആദ്യം നിരോധിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്നിട്ട് ബക്രീദിന് പോയിട്ട് സ്നേഹത്തിന്റെ പെരുന്നാൾ, ത്യാഗത്തിന്റെ പെരുന്നാൾ എന്നുകൊണ്ട് ഈ അർത്ഥ മാംസം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു, അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി നാണം കേട്ടോ. നിങ്ങള് പട്ടിയിറച്ചി ചൈനയില് പട്ടിയിറച്ചി പിന്നെ എന്തിനാ വെറുതെ നിങ്ങള് പട്ടിയിറച്ചി നായയിറച്ചി ചൈനയിലെ കമ്മ്യൂണിസം എന്നല്ലേ? ചൈനീസ് കമ്മ്യൂണിസം കേരളത്തിൽ നടപ്പാക്കാമെങ്കിൽ ചൈനീസ് ഭക്ഷണ രീതി ആയിക്കൂടാ? ഇപ്പൊ റഷ്യൻ കമ്മ്യൂണിസം CPI പിന്തുടരുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസമാണ് CPM പിന്തുടരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരുടെ ഭക്ഷണ രീതി ആയിക്കൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അമേരിക്കൻ ഇത് പിന്തുടരുന്ന ആളുകൾ KFC കഴിക്കുന്നുണ്ട്. അപ്പോ ഈ പട്ടിയിറച്ചി എന്താ മോശമൊന്നുമല്ല, അവര് കഴിക്കുന്നുണ്ട്. തായ്ലൻഡിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഫാർ ഈസ്റ്റ്. എന്തൊരു കഷ്ടം. നിങ്ങളെ അവിടേക്ക് ഇവിടേക്ക് കൊണ്ടുപോകല്ലേ. ഇവിടുത്തെ വിഷയം അതല്ല. നമ്മളെ സംബന്ധിച്ചോളം ഈ വ്യത്യസ്ത വിശ്വാസങ്ങളായിട്ട് ജീവിക്കുന്ന ഈ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരനായാലും RSSകാരനായാലും രവിചന്ദ്രനായാലും ഈ പാൽപ്പൊടി കച്ചവടക്കാരനായാലും ജിഹാദി ആയാലും ഒക്കെ ഒരമ്മ പെറ്റ മക്കൾ. ഇവർക്കൊക്കെ ആകെ കോമൺ ശത്രു ഈ നാട്ടിലെ തദ്ദേശീയ ജനതയാണ്. അവരുടെ ആചാരങ്ങളാണ്, അവരുടെ വിശ്വാസങ്ങളാണ്. അത് ഇവര് ഒരേ റൂട്ട് ചെയ്ത് വരുന്നോണ്ടാണ് ഇവർക്ക് അവിടെ ഒരു കോമൺ കോസ് കണ്ടെത്തുന്നതിൽ. അതുകൊണ്ടാണ് ഈ ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ കോഴിവെട്ടും ആടുവെട്ടും നിരോധിച്ചുകൊണ്ട് ബക്രീദിന് പോയിട്ട് ബിരിയാണി കഴിക്കുന്നവര്, എന്നിട്ട് അത് ത്യാഗത്തിന്റെ പെരുന്നാളായിട്ട് ഇവർ പറയാൻ ഇവർക്ക് ആർക്കും ഉളുപ്പില്ല. അതിന്റെ കാരണം അതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ വന്ന് പട്ടിയിറച്ചിയുടെ കാര്യം കൊണ്ട് ഇത് പോവല്ലേ. അല്ല, ഇതിനകത്ത് കാര്യമുണ്ട്. ഇവര് ബ്രാഹ്മണിക്കൽ മതത്തെ എതിർക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ എതിർക്കുവാണെങ്കിൽ ബ്രാഹ്മണിക്കൽ മതത്തെ എതിർക്കുന്നു, അവരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവരാര് എന്നിട്ട് പറയും ഇതെല്ലാം ജൈനമതവും ബുദ്ധമതവുമാണ്. കോപ്പ ഇവിടുത്തെ കാവുകളിലുള്ള ഭഗവതിമാരുടെയും ഇവിടുത്തെ ചാത്തന്മാരുടെയും പേരുമാരെന്താ പറയാത്ത ഈ ചാത്തന്റെ ബുദ്ധന്മാരുടെ അല്ലാതെ പിന്നെ എന്റെ മറ്റേ ആരാണ് നിനക്ക് ബുദ്ധൻ എന്തുവാണ് ജൈന എന്തുവാണ് കോപ്പ അറിയാം? ബുദ്ധൻ എന്താ പറയാ? ബുദ്ധൻ ജാതിവാദിയായിരുന്നു. വിവരം കണ്ടോരെ കണ്ട എന്താ പറയാ, ഈ ഇളയുടെ എഴുതുന്ന വായിച്ചു വരുന്നവനെ ബുദ്ധൻ 1-ാം നമ്പർ ജാതിവാദിയായിരുന്നു. ബ്രാഹ്മണരെ ബഹുമാനിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ആളാണ് ഈ ബുദ്ധൻ. വിവരക്കേട് പറയല്ലേ. പല 4 അക്ഷരം വായിച്ചിട്ട് പറയും. ദേശാമാനി വായിച്ച് ഈ വിവരം കിട്ടില്ലേ? നിനക്ക് ചാത്രം നിലനിർത്താൻ വേണ്ടിട്ട് നെഹ്റുവിനോട് ഒപ്പിട്ട് ഉള്ളതുകൊണ്ട് മുണ്ടായിരിക്കുന്നതാണ്. അല്ലാതെ ചാത്തനെ ഒന്നും അങ്ങോട്ട് എടുക്കണ്ട. കേരളത്തില്
അത് റദ്ദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സുപ്രീം കോടതിയുടെ അതിനെ നള്ളിഫൈ ചെയ്തിട്ടുള്ള നിയമമുണ്ട്. നമ്മള് സ്റ്റേറ്റസ്കോ അംഗീകരിച്ചതുകൊണ്ടാണ്. അല്ലാതെ ഈ ചാത്തനെയും മർദ്ദനെയും മാടനെയും ഒന്നും ഈ ഇവന്മാരെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശിവനും ശിവനെ തന്നെ ഇവന്മാരെടുത്തതാണ്. ഇപ്പൊ എന്റെ വിഷ്ണു അല്ല അത് ഈ സാമാന്യം. എടാ സഖാവേ ഇവരില്ലാത്ത കാര്യങ്ങൾ ശിവന്റെ മിണ്ടാണ്ടിരിക്കുക, മക്കൾ വെറുതെ സഖാവൊന്നുമല്ല ഇവരൊക്കെ അത്. വിളിച്ചു പറയാൻ പാർവതിയുടെ മിണ്ടാണ്ടിരിക്കണ മക്കളാണ് ഈ 368 ചാത്തന്മാര്. 360 ചാത്തന്മാര്. 369 ചാത്തൻ. അതില് ഒരൊറ്റെണ്ണം ആ വിഷ്ണുവിന്റെ ഒരു ആ സാമാന്യം. 369 ചാത്തന്മാരെയാണ് മറ്റേ മുഹമ്മദ് നബി മക്കയില് തല്ലിപ്പൊളിച്ചത് വിഗ്രഹങ്ങള്. അതാണ് ഈ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന കഷ്ടത്തിന് കാരണം. ഓക്കെ, ഇവര് അവിടെ പോയിട്ട് മക്കയില് പോയിട്ട് വീണ്ടും ഈ ചാത്തന്മാരെ പ്രതിഷ്ഠിച്ച് അവർക്ക് കോഴി വെട്ടിയാൽ മാത്രമാണ് ഈ സമുദായത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാവുള്ളൂ. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സ് എഴുതി വെച്ചത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. ഇത് സഖാക്കൾക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ കാരണം എന്താ പറയാ, ഒരു പണിയെടുക്കാതെ ജീവിച്ച് വിഷ്ണു കോഴീനെ സഖാവ് ഞാൻ പറയട്ടെ. എന്താ വെച്ചാല് ഞാൻ അതിനെ അംഗീകരിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം വെച്ചാല് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മതത്തിൻ്റെ ആണല്ലോ. അപ്പോൾ അവിടെ ഒരുപാട് സ്വത്തുക്കൾ, സ്വർണ്ണങ്ങൾ കാണും. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ആശങ്ക വരും.